ചോരയും നീരും എനിക്കായി നൽകിയ ക്രൂശിത നിന്നെ ഞാൻ ആരാധിപ്പൂ. ചോരയും നീരോരയും എനിക്കായി നൽകിയ ക്രൂശിത നിന്നെ ഞാൻ ചോരയും നീരും എന്ന നോമ്പുകാല വിചാരങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ആത്മീയമായി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ് നോമ്പുകാലം. ഒരുപാട് ഉപവസിച്ചും പ്രാർത്ഥിച്ചുമൊക്കെ വരുന്ന ഏറ്റവും നല്ല നാളുകളാണ് നോമ്പിലുണ്ടാവുക. ഈ നോമ്പിൽ നമ്മളെ കുറെ കൂടെ സഹായിക്കാനായി ഈ ആത്മീയ വിചാരങ്ങൾ, ചോരയും നീരും എന്ന ഈ നോമ്പുകാല ചിന്തകൾ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കർത്താവിൻ്റെ രക്തത്തിൻ്റെ അഭിഷേകത്തിൽ നിറയുന്ന ശുശ്രൂഷകളാണ് നമ്മൾ ഈ 50 ദിവസങ്ങളിൽ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. നമ്മൾ ഇന്ന് ഈ ചോരയും നീരും എന്ന് പറയുന്ന ഈ നോമ്പുകാല വിചാരങ്ങളിൽ ആദ്യം കണ്ടെത്തുന്നത് കർത്താവിൻ്റെ രക്തം കൊണ്ട് കഴുകുമ്പോൾ മാത്രമാണ് ഒരാളുടെ ജീവിതത്തിൽ ശുദ്ധീകരണം സംഭവിക്കുകയുള്ളൂ എന്ന് നമ്മൾ കണ്ടെത്തുകയാണ്. നമുക്കറിയാം ധൂർത്തപുത്രൻ്റെ ജീവിതത്തിൽ അവന് സംഭവിക്കുന്നത്, അവൻ ഒരുപാട് അശുദ്ധിയിൽ വീണുപോയി എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ശുദ്ധി നഷ്ടപ്പെട്ടു, ചെളിയിൽ വീണുപോവുകയും എഴുന്നേൽക്കാനാവാത്ത രീതിയിൽ അവൻ നശിച്ചു പോവുകയും ചെയ്തു എന്നാണ് തിരുവചനം പറയുന്നത്. ആ സമയത്താണ് ഈശോയുടെ കരസ്പർശം പോലെ അവനൊരു തിരിച്ചറിവുണ്ടായി അവൻ കയറി വരുന്നത്. ഇതുപോലെ മനുഷ്യകുലം ഇന്ന് പല രീതിയിലുള്ള ചെളിക്കുണ്ടിൽ വീണ് എടുക്കുകയാണ്. ഈ വീണ് എടുക്കുന്ന നമ്മെ രക്ഷിക്കാനായിട്ട് സാധിക്കുന്ന ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത് ഈശോയുടെ രക്തമാണ്. നമുക്കറിയാം, നമ്മളെ പലരും പല രീതിയിൽ സ്നേഹിക്കുന്നവരുണ്ട്. നമുക്കറിയാം, പൂവ് തന്ന് സ്നേഹിക്കുന്നവരുണ്ട് നമ്മുടെ കൂട്ടത്തിൽ, നല്ല ഭക്ഷണം തന്ന് സ്നേഹിക്കുന്നവരുണ്ട്, പണം തന്ന് നമ്മളെ ചേർത്ത് പിടിക്കുന്നവരൊക്കെ ഉണ്ട്. പക്ഷേ ഈ ചേർത്ത് പിടിക്കലും ഈ സ്നേഹപ്രകടനങ്ങളും ഒക്കെ വളരെ മൊമെന്ററിയാണ്, എന്ന് പറഞ്ഞാൽ കുറച്ച് നാളുള്ളതാണ്. പക്ഷേ ഈശോയുടെ തിരുരക്തം കൊണ്ട് തരുന്ന സ്നേഹമാണ് ഒരാളുടെ ജീവിതത്തിൽ ഇങ്ങനെ എന്നും അഭിഷേകത്തിൻ്റെ അനുഭവത്തിലേക്ക് നിറയുന്നത്. അങ്ങനെയാണെങ്കിൽ സ്നേഹമുള്ളവരെ, നമ്മൾ ഈ ഒരു നോമ്പ് കാലത്ത് ആദ്യത്തെ ചിന്തയിൽ കണ്ടെത്താൻ ആഗ്രഹിക്കുന്നത്, നമ്മൾ ഏതെങ്കിലുമൊക്കെ രീതിയിൽ ആ ധൂർത്തപുത്രനെ പോലെ അലഞ്ഞു നടക്കുന്നവരാണ്, ഏതൊക്കെയോ ചെളിക്കുണ്ടിൽ വീണെടുക്കുന്നവരാണ്. ഇതിൽ നിന്ന് നമ്മളെ രക്ഷിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന് ഏറ്റവും നല്ല സാധ്യത ക്രിസ്തുവിനെ സ്നേഹിച്ചു തുടങ്ങുക എന്നാണ്. ഈശോയുടെ കുരിശുമരണവും ക്രൂശിതനെ ചേർത്ത് പിടിക്കുകയും ചെയ്യുന്നവരുടെ ജീവിതത്തിൽ നിന്നാണ് ഈ മുഴുവനായിട്ടുള്ള ചെളി പുരണ്ട ജീവിതം ഇങ്ങനെ മാറുന്നത്. അപ്പൊ നമുക്കുള്ള സാധ്യത എന്താണ്? ഈശോ പറയാൻ, ഞാൻ നിങ്ങളെ തിരുരക്തം കൊണ്ടാണ് ഏറ്റെടുക്കുന്നത്. ആണ് എഫെസോസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ പൗലോസ് ലീഹ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് നരേറ്റ് ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ്: യേശു ക്രിസ്തുവിൻ്റെ രക്തം നിന്റെ ജീവിതത്തിന് രക്ഷയ്ക്ക് കാരണമാകുമെന്ന്. അങ്ങനെയാണെങ്കിൽ സ്നേഹമുള്ളവരെ, ഈ ഒരു ചെറിയ വിചാരങ്ങളാണ്, 3 മിനിറ്റിന് താഴെയുള്ള പ്രോഗ്രാമാണ് നമ്മൾ ഈ ശാലോം TV-യിൽ ഈ ദിവസങ്ങളിൽ സംപ്രേഷണം ചെയ്യുന്നത്. അപ്പം അതിൽ നമുക്ക് കണ്ടെത്താനുള്ളത്, ഈശോയുടെ രക്തം കൊണ്ട് നിറയുമ്പോൾ എൻ്റെ ജീവിതത്തിൽ രക്ഷ വന്ന് നിറയും എന്ന് വിശ്വസിക്കാം. നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാ നെഗറ്റീവ് എനർജികളും മാറ്റി വീണ് കിടക്കുന്ന അവസ്ഥകളിൽ നിന്ന് കർത്താവ് എഴുന്നേൽപ്പിച്ച് ഉത്ഥാനത്തിൻ്റെ ലഹരിയിലേക്ക് നമ്മൾ വീണ്ടെടുക്കപ്പെടുന്ന ഒരു ഈസ്റ്റർ ജനതയായിട്ട് തീരാനായിട്ട് ഈ നോമ്പ് കാലം ഇടവരണം. അതിനു വേണ്ടിയിട്ട് ഈശോയോട് നമുക്ക് ഇന്നു മുതൽ പ്രാർത്ഥിക്കാം. ഈശോയെ, നിന്റെ തിരുവിലാവിൽ നിന്നൊഴുകുന്ന തിരുരക്തത്താലും തിരുജലത്താലും എന്നെ കഴുകി വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. നമുക്ക് ഒരു മിനിറ്റ് കണ്ണുകൾ അടച്ച് കരങ്ങൾ കൂപ്പി പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, ഈ നോമ്പ് കാലത്ത് അങ്ങയുടെ തിരുരക്തവും തിരുജലവും ധ്യാനിക്കുന്ന ഞങ്ങളുടെ ജീവിതത്തിൽ അഭിഷേകവും സൗഖ്യവും ഈ ശുശ്രൂഷ വഴി ലഭിക്കാൻ ഇടവരുത്തുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മയുടെ വലിയ മാധ്യസ്ഥം നമ്മോട് കൂടെ ഉണ്ടാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.